എന്താ വിളിച്ചത്? നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെ? വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ എഞ്ചിനീയറിംഗിനാണല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്. ഇനി നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അങ്ങോട്ട് എന്തിനാ പോണേ? അവിടെ ആരുണ്ട്? ആരുമില്ലേ? നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയോ? ആ മനുഷ്യ ഉള്ളതും ഇല്ലാത്തതും കണക്ക്. എന്തിനാ അങ്ങനെ ഒരു അച്ഛൻ? അവിടെ ഒരുത്തിയുണ്ടല്ലോ, അലീന. അച്ഛൻ ഇപ്പൊ അവളെ മാത്രം മതി. ഞങ്ങൾ ആരും അച്ഛന്റെ മക്കളല്ല. നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങളുടെ ആഗ്രഹം? ആദ്യം അവളെ അവിടെ നിന്ന് മാറ്റണം. അത് അയാളുടെ മകളല്ലേ? ഇത്രയും കാലം ആ മകൾ എവിടെയായിരുന്നു? അവളെ തിരിച്ചുകൊണ്ട് വിടണം. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വേണ്ട. ഒരച്ഛന് എല്ലാ മക്കളും ഒരുപോലെയാ. ഒരാളെ അനാഥാലയത്തിലും മറ്റേയാളെ ബംഗ്ലാവിൽ താമസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ? വേറെ എവിടെ വേണമെങ്കിലും താമസിപ്പിച്ചോട്ടെ, കടപ്പാട്ടൂര് വീട്ടിൽ വേണ്ട. അലീനയെ മാറ്റി താമസിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ബാലേന്ദ്രോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? അച്ഛന് സമ്മതമല്ലല്ലോ. സത്യം പറഞ്ഞ അലീനയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശല്യമുണ്ട്? സഹായമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ സഹായം വേണ്ട. ഇത്രയും നാള് അവള് വേലക്കാരിയായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല. ഞാൻ അവളെ അച്ഛന്റെ സെക്രട്ടറി ആയി. അപ്പൊ ഞങ്ങള് കുറെ കൂടി വെറുത്തു. അത് കഴിഞ്ഞപ്പം അച്ഛന്റെ ദത്തപുത്രിയുടെ വേഷം കെട്ടി തല്ലിക്കൊന്ന് കളയണമെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ അച്ഛന്റെ രഹസ്യപുത്രി. ഞങ്ങൾ എന്തൊക്കെ സഹിക്കണം, എന്തൊക്കെ വേഷം കെട്ടി കാണണം. എടാ മോനെ, അച്ഛനമ്മമാര് തെറ്റുപറ്റാത്ത വിഗ്രഹങ്ങളാണെന്ന് വിചാരിക്കരുത്. അവരും നിങ്ങളെ പോലെ തന്നെ മനുഷ്യരാ. പ്രായപൂർത്തിയായ ശേഷവും നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു പ്രായത്തിൽ ഏതോ ഒരു ദേശത്ത് വെച്ച് കണ്ടുമുട്ടിയ ഒരു പുരുഷനും സ്ത്രീയും കുറച്ചുനാള് സ്നേഹിച്ചിട്ടുണ്ടാവും. പിന്നീട് പിരിഞ്ഞു പോയിട്ടുണ്ടാവും. 10-23 വർഷത്തിന് ശേഷം ആ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. അത് ജീവിച്ചിരിക്കുന്നു. അതൊരു അനാഥ മന്ദിരത്തിലായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതിന്റെ ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും കൊടുക്കുകയാണോ വേണ്ടത്, അതോ അടിച്ചു കൊന്നു കുഴിച്ചു മൂടാണോ വേണ്ടത്? ഏതാണ് മനുഷ്യത്വം? ഏതാണ് തെറ്റും ശരിയും? അത് ജീവിച്ചോട്ടെ, എവിടെങ്കിലും പോയി ജീവിക്കട്ടെ. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അലീന എന്താ നശിപ്പിച്ചത്? അത് പറ. അവള് കടപ്പാട്ടൂർ വീട്ടിൽ എന്ത് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കി വെച്ചത്? ഇപ്പൊ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവള് കാരണല്ലേ? അതിന് പച്ച മലയാളത്തിൽ കുന്തളിപ്പ് എന്ന് പറയും. രാത്രി 1:30 മണിക്ക് ആരോടും പറയാതെ കാറും എടുത്ത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ അവളോട് ആര് പറഞ്ഞു? അച്ഛൻ. ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാതെ അമ്മ അങ്ങനെ പോകത്തില്ല എന്ന് നീ ഊഹിച്ചു പറയുന്നതല്ലേ? അല്ലടി, അലീന ബാലേന്ദ്രന്റെ മോളായിട്ട് 7-8 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പും അവളായിരുന്നല്ലോ നിങ്ങളുടെ ശത്രു. അതെന്തിന്റെ പേരില്ല? അമ്മയ്ക്ക് അവളെ ആദ്യം മുതൽ ഇഷ്ടമല്ല. അതെന്തിന്റെ പേരിലായിരുന്നു? ഇഷ്ടമല്ല, അത്ര തന്നെ. എന്നാൽ നിങ്ങളുടെ അച്ഛന് ഇഷ്ടമാണ്, അത്ര തന്നെ. ഇനി അത് വെച്ച് കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ശിവനങ്കളാ. ശിവനങ്കള് പറയണം പോകണോ വേണ്ടോന്ന്. മുതിർന്നവർ തമ്മിലുണ്ടായ വഴക്കിലാണ് നിങ്ങളോട് വീട് വിട്ട് പോരാൻ പറഞ്ഞത്. ആ വഴക്ക് തീരെ കോംപ്രമൈസ് ആവുകയും ചെയ്തു. ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് ഭംഗി. ഇന്നോ നാളെ പോണെന്ന് ഞാൻ പറയുന്നില്ല. എന്നായാലും പോയവർ നിങ്ങളുടെ വീട് ഇതല്ല, കടപ്പാട്ടൂരാ. ഞങ്ങൾ ഇനി നാണം കെട്ടി തലയും കുനിച്ച് അങ്ങോട്ട് കയറി ചെല്ലണോ? കടപ്പാട്ടൂരല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്നാ നിങ്ങൾ എടുക്കോ? എടി മോളെ, സ്വന്തം വീട് പോലെ പറ്റത്തില്ല ഒരു ബന്ധു വീടും. 4 ആള് കൂട്ടി ചോദിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? അച്ഛൻ നിങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരാതിരുന്നിട്ടില്ല. അലീന നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടില്ല. മറിച്ച് നിങ്ങൾ അവളോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു? എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല? അലീന അവിടെ ഉള്ളതുകൊണ്ട് തിരിച്ചു പോകുന്നില്ല. അടുത്ത 5 വർഷത്തേക്ക് അലീനയെ ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് ചെയ്യും ശിവ? അടുത്ത 5 വർഷം നീ ഇവരെ ഈ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയും ചെലവിന് കൊടുക്കുകയും ചെയ്യൂ. അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മുതിർന്നവർ തമ്മിൽ കോംപ്രമൈസ് ആയ മക്കളും കോംപ്രമൈസ് ആവണം. അതാണ് ശരി. കമലെ, അടുത്ത 5 വർഷം നീ ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ കാര്യങ്ങൾ നടത്തൂ. 5 വർഷം ഏറ്റാൽ പിന്നെ പിന്മാറരുത്. അത്രയൊന്നും പറ്റത്തില്ല. കൂടി വന്ന 5 മാസം. കേട്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാനും ശിവനും രാജീവനും അടുത്തടുത്ത ദിവസങ്ങളിൽ പോകാനുള്ളവരാ. പിന്നെ നിങ്ങൾക്ക് ആരുണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇത്രേ എനിക്ക് പറയാം. അവര് തീരുമാനിക്കട്ടെ. അച്ഛനും കൊച്ചനും അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളിപ്പോ എവിടെ നിന്ന് വേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആ വീട്ടിലോട്ട് പോകത്തില്ല. നാട് വിട്ട് പോകേണ്ടി വന്നാലും ശരി. ഇവിടെ എന്നതാ ഒരു ഗൂഢാലോചന? ഇവര് രണ്ടുപേരും വിഷമിച്ച് അതാണോ ഗൂഢാലോചന? വിഷമിക്കാൻ ഇപ്പൊ എന്നതാ ഉണ്ടായത്? അവരെല്ലാരും കൂടെ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ആയില്ലേ? ഇവരോട് കടപ്പാട്ടൂര് തിരിച്ചു പോകാനല്ലേ പറഞ്ഞേക്കുന്നത്? വലിയ ചതിയായി. ശിവനങ്ങളും കമലാന്റും അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞോണ്ടാ ഞങ്ങളൊന്ന് ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ആരുമില്ല. നിങ്ങളോട് നാളെ തന്നെ പോവാൻ പറഞ്ഞില്ലല്ലോ, ആലോചിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ശിവേട്ടനും ഗംഗേട്ടനും രാജീവും ഒക്കെ ഈ ആഴ്ച എന്നെ സ്ഥലം വിടും. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഞാൻ പോകത്തില്ല. വീട്ടിലാണെങ്കിൽ അമ്മ പോലും ഇല്ല. അവിടെ ചെല്ലുമ്പോ അവിടെ ഫേസ് ചെയ്യണ്ടേ അച്ഛന്റെ പുന്നാരമോള്. നിങ്ങൾ പോണ്ടെന്നേ. ഇവിടെ നില്ല്. കുറച്ച് ദിവസം കഴിയുമ്പോ നിങ്ങളുടെ അച്ഛൻ തനിയെ തിരക്കി വരും. അല്ലെങ്കിൽ അപ്പോഴേക്കും വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. അന്നേരം അവളൊരു തീരുമാനം ഉണ്ടാക്കും. ഞങ്ങളോട് താമസിക്കുന്നത് ആന്റിക്കൊരു ശല്യമാണോ? എനിക്കൊരു ശല്യവും ഇല്ല. ഞാനും ശിവേട്ടനും കൂടിയല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനും ഉണ്ടായിരുന്നല്ലോ. ഞാനുണ്ടടി നിങ്ങളുടെ കൂടെ. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാ വേറെ വീടെടുത്ത് താമസിക്കും. ഏതായാലും അലീനയും വൈജയും ഇനി ഒന്നിച്ചു പോകത്തില്ല, അത് ഉറപ്പാ. അമ്മയ്ക്കും ഇഷ്ടമല്ല ഞങ്ങൾ കടപ്പാട്ടൂരോട് തിരിച്ചു പോകുന്നു. അച്ഛന്റെ മോളെന്ന് ഡിക്ലെയർ ചെയ്തോടെ. അവളിപ്പം വലിയ മഹാറാണിയായിട്ടാ വീട്ടിലങ്ങ് ഞെളിഞ്ഞു നടക്കായിരിക്കും. നടുമ്പുറം നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുത്താ തീരുന്ന കേസേ ഉള്ളൂ അവളൊക്കെ. എനിക്ക് വീട്ടിലോട്ട് കേറാൻ പോലും തോന്നില്ല. അച്ഛനൊക്കെ ഇങ്ങനത്തെ അച്ഛനാണോ? ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് അയാളുടെ സംസ്കാരം. അത്രയേ ഉള്ളൂ. കുപ്പക്കുഴി കിടന്നവനാ. 4 കാശുണ്ടായപ്പോ വലിയ ആള് കളിക്കും. നിങ്ങൾ വൈജ പറയുന്ന പോലെ ചെയ്താൽ മതി. അല്ല പിന്നെ അത്രയൊക്കെ ഉള്ളുന്നേ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണം. ഇവിടുന്നേ ആര് വരാനാ? ആർക്കാ സമയം? കുട്ടികൾക്ക് സ്കൂളിൽ പോണം.
എന്റെ സുലോചനെ ഞാനല്ലേ ഉള്ളൂ ഇവിടെ ഉള്ളവർക്കെല്ലാം വെച്ച് വിളമ്പാൻ. ഒരു ജോലിക്കാരി അവൾക്ക് തോന്നുമ്പോ വന്ന് വീടൊക്കെ തൂത്തു തുടച്ച് പാത്രങ്ങളും തേച്ച് കഴുകി അലക്കാനുള്ളതും അലക്കിയിട്ടേച്ചു. അതുകൊണ്ട് വല്ലതും ആയോ? എപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. സുരന്തേച്ചിക്ക് ജോലിക്ക് പോകണം. അലീന ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന് നിൽക്കുന്ന 100 തവണ പറഞ്ഞതാ. വൈചേച്ചിക്ക് സമ്മതമല്ല. കണ്ണേറിയ കണ്ടൂടാ അതിനെ. വേറെ ആരെങ്കിലും നോക്ക് സുലോചനെ. എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. വെക്കട്ടെ. വൈജിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ ഇവിടുന്ന് ആരെങ്കിലും വിടുവോന്ന് സുലോചന. ഇവിടെ ആരിയിരിക്കുന്നു? രഞ്ജു ഒരു ദിവസം പോട്ടെ, അല്ലെ ബബിത പോട്ടെ. രഞ്ജുന് പഠിക്കാനില്ലേ? കൊള്ളാം. ബബിതയ്ക്ക് കോളേജിൽ പോണ്ടേ? ഒരു ദിവസം വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റും. അമ്മയ്ക്ക് സാധിക്കും. ആഹാ, പിന്നെ ഇവിടുത്തെ കാര്യം ആര് നോക്കും? 2 പെമ്പിള്ളേരല്ലേ ഇവിടെ? അവർക്കൊന്നും അറിയാമല്ലേ? അവർക്ക് കുന്തം അറിയാം. കടപ്പാട്ടൂര് പോയി അടിച്ചിറക്കാനും ഭരണം ഏറ്റെടുക്കാനും പാര വെക്കാനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അന്നേരം സ്വന്തം വീട് ഇവിടെ ഉള്ളവരൊന്നും ഒരു പ്രശ്നമേ അല്ല. മനു, വന്ന ഉടനെ കുറ്റപ്പറച്ചിൽ തുടങ്ങിയോ നീ? ഇതിനാണോ നീ എറണാകുളത്ത് വണ്ടി ഓടിച്ചു വന്നേ? അതെ, തീർന്നിട്ടില്ല, കുറച്ചുകൂടി പറയാൻ. നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിലേ നീ പോയി വൈജിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കടാ. അലീന ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവൾക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അന്ന് അവൾക്ക് ആരും ഇല്ലായിരുന്നു, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അലീനയുടെ കൂടെയാണല്ലോ സകലരും. അവളാണ് ഇപ്പൊ ദേവത. ഞാനൊന്നും പറയുന്നില്ല. ഹലോ സൗദാമിനി, കേറി വേണം മോനെ. നീ ഇവിടെ ഒന്നും ഇല്ലടാ കൊച്ചേ. എറണാകുളത്ത് പോകേണ്ട വന്നു. ആഴ്ചയിൽ ഒരു 3 ദിവസം ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. നീ വന്നിട്ട് വല്ലതും കഴിച്ചോ? പോയ വന്നോടനെ കമലമ്മയായിട്ടൊന്നും ഓട്ടെ. അത് കാരണം ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നെ തരുന്നതാണ് കാര്യം. വൈജാന്റിക്ക് ഹോസ്പിറ്റലിൽ കൂട്ടു നിൽക്കാൻ ആരുമില്ല. ആ സുലോചനാന്റി ഗോവർദ്ധനങ്ങൾ മാത്രം. അമ്മയ്ക്ക് ഒരു ദിവസം പോലും സമയമില്ല. എരുതിയിൽ എണ്ണ ഒഴിച്ച് തീ കൊളുത്തി കലാപം ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സമയം. നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ഞാൻ ഇവിടെ കയറി ആന്റെ കണ്ടിട്ടാണ്. എങ്ങനെയുണ്ടടാ മോനെ? ഈ മുഖത്തെ വച്ചിട്ടെല്ലാം മാറ്റി. ആ. ഇപ്പൊ ബാൻഡേജ് മാത്രമേ ഉള്ളൂ. കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ കാല് രണ്ടും 4 ഇഞ്ചിന്റെ PVC പൈപ്പിനകത്ത് കയറ്റിയ പോലെ പ്ലാസ്റ്റർ ഇട്ടേക്കോ മുഴുവൻ നിമിത്തം. അവിടെ ഒരു കഷ്ടകാലം. എത്ര നാളിങ്ങനെ കിടക്കണ? മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? കൈതക്കൽ സുഖവാസം. സുഖവാസം. ഇപ്പൊ എന്റെ മക്കളെല്ലാം ഉള്ളത് കൊണ്ടേ അമ്മനൊക്കെ എന്റെ അടുത്ത് പോരെടുക്കാൻ പേടിയാ. അവര് പോയി കഴിയുമ്പം അവള് ഭൂതന്റെ വേഷം എടുത്താണ്. ഈ മുത്തശ്ശി അമ്മയെടുത്ത് അമ്മായിമ്മ കാണിച്ചിട്ടുണ്ടാവും പണ്ട്. അല്ലാതെ അമ്മയ്ക്ക് ഇത്രയും കലിപ്പുരാൻ സാധ്യതയില്ല. പോടാ അവിടുന്ന്. അമ്മായിയമ്മ പോരെ. തിരിച്ചു പോണോ കടപ്പാട്ടൂരോട്ട്? അവിടെ ഇപ്പൊ ആർക്കാടാ നമ്മുടെ വില പോയില്ലേ. വൈകിയാണെങ്കിൽ ആശുപത്രി. വൈജാന്റെ അല്ലല്ലോ മുത്തശ്ശി നോക്കിയത് ആണോ? അലീനയാ. അവളുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എണീറ്റ് നടന്നു. റെക്കമെൻഡ് ചെയ്യണം. ഓ, അവക്കിപ്പോ എന്നോട് ഇഷ്ടക്കേടായി. ഞാൻ വൈജയുടെ സൈഡിൽ നിന്നോണ്ട് അവളെ കുറ്റം പറഞ്ഞായിരുന്നു. അമ്മമാര് മക്കളുടെ സൈഡ് പിടി. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാ. അതിന്റെ പേരിൽ അലീനയ്ക്ക് ഇഷ്ടക്കേടുണ്ടാവാൻ വഴിയൊന്നുമില്ല. ഇനി അവളെ നോക്കോളൂ. ബാലേന്ദ്രന്റെ മോളെ ആ അവകാശം അധികാരം അവക്കുണ്ടല്ലോ. വേലക്കാരിയായിരുന്ന കാലം മാറിയല്ലോ. ഓടയക്കാരിയായില്ലേ. മുത്തശ്ശിക്ക് അലീനെ അറിയാമല. സ്ഥാനമാനങ്ങൾ കണ്ട് ഭ്രമിക്കുന്നവളല്ല അവള്. അവൾക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാലചന്ദ്രങ്ങളുടെ മനസ്സിൽ മാത്രം, വേറൊന്നുമില്ല. അവൾ ഇപ്പോഴും ആ വീട്ടിലെ വേലക്കാരി തന്നെ. എടാ, ഇനി ഞാൻ ആ വീട്ടിൽ ചെന്നാ ബാലേന്ദ്രൻ അത് ഇഷ്ടപ്പെടും. അങ്കിളിന് മുത്തശ്ശിയോട് വിരോധമൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. വെല്ലേശൻ നാളെ നീലഗിരിക്ക് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടുകൂടി ഞാനിങ്ങ് വന്നു. വെല്ലേശനായിരുന്നു ഇവിടുത്തെ കമാൻഡർ ഇൻ ചീഫ്. ഞാൻ ചെല്ലട്ടെ? ഞങ്ങള് പോയിട്ട് ഗംഗേട്ടൻ പോയാൽ മതിയായിരുന്നു. ഇതിപ്പം ഗംഗേട്ടൻ എസ്കേപ്പ് ആവുന്ന പോലെ തോന്നുന്നു. എന്ത് എസ്കേപ്പ്? വൈജയുടെ അലീനയുടെയും പ്രശ്നത്തിൽ നിന്ന് നമുക്ക് 3 പേർക്ക് എസ്കേപ്പ് ആവാൻ പറ്റും. ഞാൻ നീലഗിരിക്ക് പോയാലും വേണ്ടി വന്നാൽ ഇവിടെ എത്താൻ 10 മണിക്കൂർ ഡ്രൈവ് മതി. നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇനി ഒരു ലീവ് കിട്ടാൻ മാസങ്ങൾ കഴിയണ്ടേ? അത് ശരിയാ. എന്നാലും ഗംഗേട്ടൻ ഇവിടെ ഉള്ളപ്പം ഞങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ബിസിയാണെന്ന് അത്. ഗംഗേട്ടൻ പോയി കഴിയുമ്പം ഞങ്ങൾ പിന്നെയും കുഴപ്പത്തിലായ പോലെ ഒരു ഫീൽ. ഒരു കുഴപ്പവും നിങ്ങളായിട്ടുണ്ടാക്കാതിരുന്നാൽ മതി. ഞാൻ ബാലേന്ദ്രനോടെല്ലാം സംസാരിക്കാം. ഇപ്പൊ പോകുന്ന വഴിക്ക് കടപ്പാട്ടൂര് കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞങ്ങളും ഈ ആഴ്ച തന്നെ വൈജയുടെ കാര്യം ബാലേന്ദ്രൻ തന്നെ നോക്കിക്കോളും. ചികിത്സയ്ക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു ബില്ലും അടയ്ക്കാതിരുന്നിട്ടും ഹോസ്പിറ്റലിൽ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ചെയ്യും, നമ്മൾ ചെയ്യും. വൈജിക്ക് നാവനയ്ക്ക് 4 വർത്തമാനം പറയാനുള്ള ശേഷി തിരിച്ചു കിട്ടിയ അവൾ അന്ന് തന്നെ ബാലേന്ദ്രന്റെ മലീനയ്ക്കുമെതിരെ വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കും. അതെങ്ങനെ തടയും കേട്ടാ? തടയേണ്ട, അവഗണിച്ചാൽ മതി. അലീന ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അവള് ബാലേന്ദ്രന്റെ മകളാണെന്ന മട്ടിലെ നമ്മൾ പെരുമാറാം. വൈജയുടെ ആവലാതികളെല്ലാം ഈ ചെവി കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഈ ചെവിയിലൂടെ അവഗണിച്ച് തള്ളിയേക്കണം. അവളുടെ കൂടെ ഉറച്ചു നിൽക്കണം. സപ്പോർട്ട് മുഴുവൻ മറുവശത്ത് കൊടുക്കും. വൈജയെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ പ്രകോപിപ്പിക്കും. എന്നോട് കാണിച്ച ചതിക്ക് ഞാൻ കണക്ക് ചോദിക്കും കേട്ടാ. അവൾക്ക് ഈഗോ കൂടുതൽ. ബാലേന്ദ്രനോട് മല്ലടിക്കാൻ നിൽക്കരുതെന്ന് പറയണം. മനുവേട്ടനെ 3-4 ദിവസമായിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. കാണാൻ തോന്നാറുണ്ടോ?